കുട്ടികളുടെ ബോഡി ജനിച്ചപ്പോ തൊട്ട് ഒട്ടിയാണ് ഇരിക്കുന്നത്. ഒരു ദിവസം ഇവര് രണ്ടുപേരും ഒരു പയ്യനെ മീറ്റ് ചെയ്യുന്നു. ആ പയ്യനോട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും സ്നേഹം തോന്നുന്നു. പക്ഷെ ആ ഹീറോയ്ക്കാണെങ്കിൽ അതിൽ ഒരാളെ മാത്രമാണ് ഇഷ്ടം. അതുകൊണ്ട് ഹീറോ അവക്കൊരു പൂ കൊടുത്ത് പ്രപ്പോസ് ചെയ്യുവാണ്. അത് കണ്ടിട്ട് സിസ്റ്ററിന് ഭയങ്കര വിഷമമാകുന്നു. അടുത്ത ദിവസം ഇവര് തമ്മിൽ സംസാരിക്കുന്നത് കണ്ടപ്പോ അവർക്ക് ഇനിയും വിഷമം അധികമാകുന്നു. അന്ന് രാത്രി ആ ചെറുക്കൻ ഇവരുടെ വീട്ടിൽ വന്നിട്ട് ആ പെണ്ണിന് ഒരു നെക്ലേസ് ഗിഫ്റ്റ് ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ട് കിടക്കുന്ന ഇവൾക്ക് ദേഷ്യവും സങ്കടവും ഒന്നിച്ചു വരുന്നു. ഡെയിലിയും ഇവർ മീറ്റ് ചെയ്ത് സംസാരിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ലേലും കൂടെ ഇരുന്ന് ഇതൊക്കെ കാണേണ്ട സിറ്റുവേഷനിലാണ് ഇവളിപ്പോ ഉള്ളത്. ഒരു ദിവസം ഇവൻ വരച്ചു കൊടുത്തിരിക്കുന്ന ഡ്രോയിങ്ങില് ആ പെണ്ണിനെ മാത്രം അവൻ വരച്ചിരിക്കുന്നത് കണ്ടിട്ട് ഇവർക്ക് ദേഷ്യം വന്നിട്ട് അത് കീറിക്കളയുന്നു. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ വഴക്കാകുന്നു. ഇത്രയും ദിവസം ഇവർക്ക് തമ്മിൽ ഒരു വഴക്കും ഇല്ലാതെ ഇരുന്ന് ഒരു പയ്യന് വേണ്ടിയിട്ട് വഴക്കുണ്ടായത് ഓർത്ത് അവൾ ഒത്തിരി വിഷമിക്കുന്നു. എന്നിട്ട് അന്ന് രാത്രി അവൾ കുറെ ഗുളികകൾ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് അമ്മ വന്ന് രക്ഷിക്കുന്നു. ഇതിൽ കൂടുതൽ ഇവര് ഒന്നിച്ചു വെക്കുവാണെങ്കിൽ പ്രശ്നങ്ങൾ അധികമാകുമെന്ന് വിചാരിച്ച അമ്മ ഓപ്പറേഷന് പ്ലാൻ ചെയ്യുന്നു. പക്ഷെ ആ ഓപ്പറേഷനിൽ ഒരു ജീവൻ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ പെണ്ണ് ആ ചെറുക്കനെ കല്യാണം കഴിച്ച് ഇപ്പൊ അവര് ഹാപ്പി ആയിട്ട് ജീവിക്കുവാണ്. ക്ലൈമാക്സിലാണ് മനസ്സിലാകുന്നത് ആ മരിച്ചുപോയ പെണ്ണാണ് ആ ചെറുക്കനെ ഇഷ്ടപ്പെട്ട ആ പെണ്ണായിരുന്നെന്ന്.